എടി പാറു, നീ വിചാരിക്കുന്ന ജിമ്മ് കിട്ടുന്നവരെ നിനക്ക് കോഫി ഷോപ്പിൽ നിൽക്കാലോ അല്ലേ? കോഫി ഷോപ്പിൽ വന്ന് ഞാൻ എന്ത് ചെയ്യാനാ? നീ വന്നിട്ടൊന്നും ചെയ്താലില്ലെങ്കിലും ജോലി കിട്ടുന്നവരൊരു ടൈം പാസ് ആവില്ല നിനക്ക്. ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ പോയില്ലേ, ഇനി അത് പോരാ റോയിച്ച. അത് ശരിയാവില്ല. എനിക്കൊരു ജോലി ഇപ്പൊ മസ്റ്റാ. അതിന് നീ പറയുന്ന പോലെ ഒരു ജിമ്മ് കിട്ടണ്ടേ? അത് പോട്ടെ, വേറെ എന്തൊക്കെ ജോലിയാ കൊച്ചിയിലുള്ളത്? അല്ല, അന്ന് പോയ ഇന്റർവ്യൂ എന്തായി? അത് ചീറ്റി. പിന്നെ ആ ക്രെഡിറ്റ് കാർഡ്സിലെ ജോലി എനിക്കിഷ്ടായിരുന്നു. പക്ഷേ ആ പണ്ടാർ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. ആര്, ദേവേട്ടനോ? അയാളുടെ പ്രശ്നം പറഞ്ഞോണ്ട് നീ പോകാതിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ പൊന്ന് റോയിച്ച, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നേക്കാളും നല്ല എനിക്ക് ജോലി ഇല്ലാതിരിക്കുന്നതാ. അത് വെറും നിന്റെ തോന്നലാ പാറു. നമ്മളെ ഫ്ലാറ്റിൽ താമസിച്ചപ്പോ അയാളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയില്ലേ, അതേപോലെ അങ്ങ് ഡീൽ ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നാൽ അത് ശരിയാവില്ല. ശരിയാവും. നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെന്നല്ലേ പറഞ്ഞത്. നീ ആ ജോലിക്ക് പോകുന്നു. പിന്നെ ദേവേട്ടന്റെ കാര്യം അത് നീ എനിക്ക് വിട്ടേക്ക്. അയാൾ നിന്നെ ശല്യം ചെയ്താൽ നീ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. റോയിച്ച, ആ മരങ്കോന്തന്റെ മുഖം കണ്ട് ജോലിയെന്ന് പറയുമ്പം ഇച്ചിരി കഷ്ടം തന്നെയാ. അടുത്തവള് തുടങ്ങി. നിനക്കും പോണോ അവിടെ ജോലിക്ക്? എന്റെ പൊന്നെ, നമ്മളെ വിട്ടേക്ക്. ജോലിക്കൊക്കെ പോയി തുടങ്ങി കഴിയുമ്പോൾ നിന്റെ മൂടൊക്കെ താനെ മാറിക്കോളും. എന്ത് കോലോടിയത്? നീ ആരാ, നിരാശ കാമുകയോ? രണ്ടുപേരും കൂടി പുറത്തൊക്കെ പോയൊന്ന് കറങ്ങി ആ ബ്യൂട്ടി പാർലറൊക്കെ ഒന്ന് പോയിട്ടോ. ചെല്ല്. എന്താ, പൈസ വല്ലതും വേണോ? മുഴുവനും ചെലവാക്കരുത് കേട്ടോ. താങ്ക് യു റോയിച്ച. നീ വിഷമിക്കണ്ട, ദേവേണ്ട ഓഫീസിൽ ഞാനൊന്ന് പോയിട്ട് വരാം. ഓക്കെ, ബൈ റോയിച്ച. എവിടാടാ? ഒരു 5 മിനിറ്റ് കൂടി നിൽക്കണം, അയാളിപ്പോ വരും. ഇനി കാത്തിരിപ്പൊന്നുമില്ല. നീ ആളൊന്ന് വിളിച്ചു ചോദിച്ചേ, എവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് മതി ഇനി കാത്തു നിൽക്കുന്നത്. ആ റോക്കി സാർ, ഞങ്ങളിവിടെ എത്തി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി സാർ. എന്താ പറഞ്ഞേ? ഇന്ന് വരുമോ? എടാ റോക്കി സാർ ബ്ലോക്കിലാ, ഒരു 10 മിനിറ്റിൽ എത്തുന്നാ പറഞ്ഞേ. ഇവിടെ എത്തിയതിന് ശേഷം കുറേ ആയി, 5-10 മിനിറ്റ്. ഇനി ഒരു 10 മിനിറ്റ് കൂടി കാക്കും, അത്രേ ഉള്ളൂ. ദേ സാറ്. എത്തിയോ സാറേ? ആനന്ദേ, ഇതേതാ ഈ സാർ? ഇതാ കൊളുത്തൂരൻ സാർ. നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? ഒരാളെ കാണാൻ ഇറങ്ങിയതാ സാർ. ഓ ശരി. അല്ല, കഴിഞ്ഞ ദിവസം എന്താ നീ ക്ലാസ്സിൽ വരായിരുന്നത്? അത് നല്ല പനിയായിരുന്നു. ആനന്ദ്, തന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ക്ലാസ് കട്ട് ചെയ്യരുതെന്ന്, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? അല്ല സാർ, പനിയായിരുന്നു, അതുകൊണ്ടാ വരാൻ. കഴിഞ്ഞ ദിവസം എന്റെ നല്ലൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. നീ അത് മിസ് ചെയ്തല്ലോ മോനെ. അയ്യോ, എന്തിനെ കുറിച്ചായിരുന്നു സാർ? ഇതാരാ? ആഹാ, നല്ല കിടിലൻ ടോപ്പിക്. ആരാണ് ഈ ഞാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതാരാ? കൊള്ളാം. എന്താ സാർ അതിന്റെ ഉള്ളടക്കം? അതല്ല ഞാൻ ചോദിച്ചത്, ഇതാരാന്നാ ചോദിച്ചത്. ഇത് ടോണി. എന്താ ഏണിയോ? ഏണിയല്ല, ടോണി എന്റെ പേരാ. രണ്ടും ഒന്ന് തന്നെയാ. ടോണി, ഇതാണ് എന്റെ ഗുരു, ബഹുമാനപ്പെട്ട കൊളുത്തൂരാൻ സാർ. ടോണിക്ക് നമസ്കാരം. ഇയാളെന്താടാ ഇങ്ങനെ? കേട്ടോ ആനന്ദ്, കഴിഞ്ഞ ദിവസം എന്റെ സ്പീച്ച് ഈ പൊട്ടനായി അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അപ്പൊ കുഴപ്പമില്ല സാർ, സ്വന്തം ക്യാരക്ടറിനെ കുറിച്ച് ഇവൻ തികച്ചും ബോധവാനാ. അതെ, എന്നാലും എന്റെ അത്രയും പൊട്ടനായിരിക്കില്ലല്ലോ. അല്ല, ഞാൻ അവതരിപ്പിക്കുന്ന പൊട്ടന്റെ അത്രയും വരില്ലല്ലോ. അത്രയും വരത്തില്ല. എന്നാ കേട്ടോ, പൊട്ടന്മാരെ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് പൊട്ടൻ, പിന്നെ ചെമ്പൊട്ടൻ, പിന്നെ എട്ടരപ്പൊട്ടൻ, പിന്നെ പച്ചരി പൊട്ടൻ. ഏത്? അപ്പൊ ഈ പട്ടരിൽ പൊട്ടനോ? അത് പട്ടരോട് ചോദിക്കണം. അങ്ങനെ ഒരു പൊട്ടനൊന്നും ഇല്ലെന്നേ. അതേതോ പൊട്ടന്മാരെ വെറുതെ പറഞ്ഞു നടക്കണ. ശരി. പിന്നെ സ്പീച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരെ മുഴുവൻ വിളിച്ച് പൊട്ടന്റെ ക്യാരക്ടർ ഒന്ന് ചെയ്യിച്ചു. ഓ എന്ത് പറയാനാ, പൊട്ടന്മാരെന്നെല്ലാം പറഞ്ഞാല് മുഴുവൻ പൊട്ടന്മാരും പൊട്ടം കളിച്ച് നാശിപ്പിച്ച്. ആരാ സാർ ഏറ്റവും നല്ല പൊട്ടനായത്? പിള്ളേരില് വിനോദമായിരുന്നു. പക്ഷെ നീ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടിയാനോ? അത് കറക്റ്റ്. ഇവനെക്കാളും വലിയ പൊട്ടൻ വേറെ ആരാ? ഇനി അങ്ങനെ പറഞ്ഞ ഉണ്ടാകണമെങ്കിൽ വേറെ ഹൈടെക് പൊട്ടൻ ഇനി ജനിക്കണം. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എത്രത്തോളം അറിയാമെന്നൊന്ന് വിലയിരുത്താൻ വേണ്ടി ചോദിക്കുക. അന്നത്തെ മത്സരത്തിൽ ഞാൻ കൂടി ഒന്ന് പങ്കെടുത്തിരുന്നെങ്കിലോ? സംശയമുണ്ടോ? സാറ് തന്നെ ആയിരിക്കും ആ മത്സരത്തിലെ ഏറ്റവും വലിയ പൊട്ടൻ. സാറിനേക്കാൾ വലിയ പൊട്ടൻ ആരാ? പിന്നല്ലാതെ സാറാണ് ബെസ്റ്റ് പൊട്ടൻ. സാറാണ് യഥാർത്ഥ പച്ചരി പൊട്ടൻ. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കി കളഞ്ഞിരിക്കുന്നു. ഓക്കെ ഓക്കെ. റോയിച്ച,
ഹാ, സാജനോ? എവിടെയാടോ താൻ? തന്നിപ്പോ ആ വഴിക്കൊന്നും കാണാറില്ലല്ലോ. എന്താ റോയിച്ച ചെയ്യാ? അറിയില്ലേ റോയിച്ചിന് കാര്യങ്ങളൊക്കെ? ഹാ, സാജൻ അറിയില്ല അവളുടെ ക്യാരക്ടർ. കുറച്ച് ദേഷ്യം ഉണ്ടെന്നുള്ളൂ, പക്ഷെ പാവം അവള്. എല്ലാം എനിക്കറിയാം റോയിച്ച. പക്ഷെ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചാ എൻ്റെ വിഷമം. റോയിച്ചിനറിയോ, ഇപ്പോഴും മമ്മി 2 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, ഗീതു ആൻറ്റിയും. നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറ്റി അവളെയും കെട്ടി എത്രയും പെട്ടെന്നൊന്ന് സെറ്റിലാവാൻ നോക്ക് സാജൻ. നിങ്ങളിപ്പോ കുട്ടികളല്ല, അത് മറക്കരുത്. അവളുടെ കുട്ടിക്കളിയൊന്നും മാറ്റണ്ടേ റോയിച്ച? സാജനും മോശമല്ല, അവളും മോശം. അതുപോട്ടെ. റോയിച്ചൻ എങ്ങോട്ടാ ഇപ്പൊ? 1-2 അത്യാവശ്യങ്ങളായിട്ട് ഇറങ്ങിയതാ. പിന്നെ അന്ന് ആ പാറുവിന്റെ ദുബായ് ട്രിപ്പിന് ശേഷം അവൾ ആ ജിമ്മിലെ ജോബ് റിസൈൻ ചെയ്തായിരുന്നല്ലോ. അതിനുശേഷം അവൾ വിങ്സ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡ്സിന്റെ കമ്പനിയിൽ ഇന്നാള് ഇന്റർവ്യൂവിന് പോയിരുന്നു. ആ വിങ്സ് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ടാ അതിന്റെ MD. ആ അവളവിടെ ഇന്റർവ്യൂവിന് പോയിരുന്നോ? ആ അവള് പോയിരുന്നു. പക്ഷേ ഞങ്ങളുടെ പഴയ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ സെക്രട്ടറി ദേവേട്ടനില്ലേ, ഞരമ്പ് രോഗി അയാള്. അയാളാണ് അവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞ് അവൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല. എന്നിട്ട് അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനുമായി ഈ കാര്യം സംസാരിക്കാൻ പോകും വഴിയാ സാജനെ കണ്ടത്. അവൾക്ക് എങ്ങനെയാ ഈ ജോലി ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എന്നാ ഇക്കാര്യം സംസാരിക്കാൻ റോയിച്ചൻ വിങ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എനിക്ക് വിട്ടേക്ക് റോയിച്ച. ഇനി ആ മാനേജറെ എവിടെ നിന്ന് പിരിച്ചു വിട്ടിട്ടാണെങ്കിലും ശരി, ഈ ജോലി ഞാൻ റെഡിയാക്കിയിരിക്കും. അയ്യോ, അതൊന്നും വേണ്ട. അവൾക്ക് അവിടെ ജോലി കിട്ടിയാ മതി. ഓക്കെ. പിന്നെ ഇതെനിക്കൊരു അവസരം കൂടിയാണല്ലോ റോയിച്ച. എങ്ങനെ? അല്ല, ഞാൻ തന്ന പുസ്തകങ്ങൾ വായിച്ചിരുന്നോ നീ? ഇല്ല. എന്താ ആനന്ദ് ഇത്? അഭിനയം പഠിക്കാൻ കൊച്ചിയിൽ നടക്കുന്ന ഒരു പയ്യൻ്റെ അത് കിട്ടിയാൽ അവൻ ആർത്തി പിടിച്ചത് വായിച്ചു തീർക്കും. പ്രത്യേകിച്ച് സർവജ്ഞൻ കൊളുത്തൂരാൻ എഴുതിയ ചിന്താശകലങ്ങളായതുകൊണ്ട്. അല്ല സാറേ, ഒരു സംശയം. ഗുഡ്, അത് വേണം. കാരണം സംശയമുണ്ടെങ്കിലേ നിവാരണമുള്ളൂ. നിവാരണം നടന്നാലേ അത് അറിവായി മാറും. പറഞ്ഞോളൂ, എന്താ നിന്റെ സംശയം? അല്ല, സാറിന് അഭിനയം കഥ എഴുത്തുമല്ല അറിയാലോ, അല്ലെങ്കിൽ സാറെല്ലാം തേഞ്ഞിരിക്കുകയാണല്ലോ. അതെ അതെ. എന്നിട്ടും എന്താ സാറ് സിനിമയിൽ രക്ഷപ്പെടാതെ ആരാലും അറിയാതെ ഇങ്ങനെ ഒതുങ്ങിപ്പോയത്? അത് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് പഠിച്ചത്, അല്ലാതെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാനല്ല. ഉദാഹരണത്തിന് ഈ സംഗീതം അഭ്യസിപ്പിക്കുന്നവരും പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെ ട്രെയിൻ ചെയ്യിക്കുന്നവരുമൊക്കെ ഒരർത്ഥത്തിൽ എന്നെപ്പോലെ തന്നെയുള്ള മറ്റ് മാന്യ വ്യക്തികളാണ്. ഞങ്ങൾ അഭ്യസിച്ചു വെച്ച് അഭ്യാസം കാണിക്കാറില്ല, മറിച്ച് അഭ്യാസം അഭ്യസിക്കേണ്ടവരെ അഭ്യസിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്. ഏത് കേട്ടോടാ ടോണി, ഇങ്ങനെയുള്ള സാറിനെ എത്ര ആരാധിച്ചാ മതിയോ? ഹലോ, ആടെ വെച്ചാ ഞാനിത് എത്തി. ഓക്കട വെച്ച് ശരി. നീയേ ആരാധന അല്ല മീറ്റിംഗ് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, പോട്ടറാ. ശരി, പോട്ടെ സാറേ. ഓ ആയിക്കോട്ടെ. അയ്യോ റോക്കി സാറ്. അയ്യോ. ഹായ് ആനന്ദ് മോൻ. ആനന്ദ്, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. ആനന്ദ്, എനിക്ക് അത്യാവശ്യമായി ചില നിന്നെ ഇപ്പൊ പഠിപ്പിക്കാനുണ്ട്. വാ. പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് സിനിമയിൽ കയറണ്ടേ? അതിന് ഞാനാ വേണ്ടത്. നിന്നെ പഠിപ്പിക്കാൻ അറിയെങ്കിൽ എത്തിക്കണതല്ല എത്തിക്കാനും എനിക്കറിയാം. ഉവ്വേ, എത്തിക്കും. ആദ്യം സ്വയം ഒരു നിലയിലെത്ത്, എന്നിട്ട് മതി മറ്റുള്ളവരെ നിലയിലെത്തിക്കാൻ. നിലയിലത്തെ കാര്യമൊന്നും പറയണ്ട. താൻ എങ്ങനെയും നിലയിലെത്തുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. കൊളുത്തൂരാൻ പറ. അഭിനയിക്കാൻ താല്പര്യമുള്ള പിള്ളേരെ പിടിച്ച് പണിക്ക് വിട്ടിട്ട് അതിന്റെ കാശും പിടിച്ച് ജീവിക്കണ ആളോട്. അഭിനയിക്കാൻ താല്പര്യമുള്ള പിള്ളേരെ തെരഞ്ഞു പിടിച്ച് അവരുടെ ഉള്ള കഴിവ് കൂടെ കളയുന്ന നീയാണ് കേമൻ. പ്രൊഫഷനെ പറഞ്ഞിട്ടല്ല. ഏതാടാ നിന്റെ പ്രൊഫഷൻ? ആനന്ദിനറിയോ, വർഷങ്ങൾക്ക് മുൻപ് ഇവൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടന്നവനാ. സിനിമയിൽ രക്ഷപ്പെടാതെ വന്നപ്പോൾ സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇട്ട് മറ്റു പിള്ളേരെ കൂടെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒടങ്കോലി കൊളുത്താണിവൻ. അയ്യേ, സാർ അഭിനയിക്കാൻ നടന്ന ആളാണോ? എന്നാലൊരു നടനാവൻ സാർ ആഗ്രഹിച്ചല്ലോ. ആ സത്യം എന്നോടെങ്കിലും സാർക്ക് പറയായിരുന്നു. പറയേണ്ട സമയത്ത് പറയണമെന്ന് കരുതി പറയാതിരുന്നതാ, അല്ലാതെ വേറൊന്നുമില്ല. ആനന്ദ്, എനിക്ക് നേടാൻ കഴിയാത്തത് നീ നേടണം. നിനക്കറിയോ, നിന്നിലൂടെ ഞാൻ എന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള എന്റെ അടുത്ത് നീ ഇത് പറഞ്ഞപ്പം എനിക്ക് സഹിച്ചില്ല. അയ്യോ, സോറി സർ. സാറോ? ഇവനോ? ആനന്ദ്, ഇവന് വട്ടാണ്. വരൂ ആനന്ദ്, നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. സോറി റോക്കി സർ, എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം. അഭിനയം പഠിക്കുകയും വേണം, സിനിമയിൽ താരവും വേണം. നിങ്ങൾ തമ്മിലുള്ള വഴക്കിടലിലെ ബലിയാടാവുന്നതേ
ആനന്ദ് എന്ന നാളത്തെ താര. ശരി, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇയാളുടെ നിന്ന് മാറിയിരിക്കുന്ന നല്ലത്. എല്ലാം നാട്ടുകാർ പറയാം, അത് ഇതും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നീ വാ. ആനന്ദ്. എന്താടി പാറു ഇത്? റോയിച്ചൻ പോലും വിചാരിച്ച് നടക്കാത്ത കാര്യമാ സാജൻ വളരെ ഈസി ആയിട്ട് ചെയ്തത്. എല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പാറു? നിങ്ങളുടെ ദൈവത്തിനെ എവിടെ നിന്ന് കട്ടി തൊട്ടേന്നാണ് അവിടുത്തെ MD എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട, എനിക്ക് വേണ്ടി ആ പാവത്തിന് ജോലി ഒന്നും കളയണ്ട. അതുകൊണ്ട് എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്കുണ്ടാവുമല്ലോ എന്ത് സന്തോഷം. എന്ത്? അല്ല, പാറുവിന് എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം? അന്ന് ദേഷ്യം വന്നപ്പോ ശരിയാ സാറാ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. പക്ഷെ എന്നും പറഞ്ഞ് എത്ര നാളെ ദേഷ്യം മനസ്സിൽ വെച്ച് നടക്കുന്നത്? എത്ര നാള് കൊണ്ട് നടക്കണം? ഏറിപ്പോയ 2 ദിവസം. ഇതിപ്പോ എത്ര ദിവസമായി? എത്ര ദിവസമായടേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 weeks. പാറു തമാശ പറഞ്ഞല്ലേ? കേട്ടപ്പോ എന്ത് തോന്നി? ഏതാണ്ട് തമാശ പോലെയൊക്കെ ഉണ്ട്. എന്നാ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ആ, ഇതാ സാറാ നമ്മുടെ കുഴപ്പം. പാറു തമാശയായിട്ട് പറയുന്നത് എനിക്ക് സീരിയസ് ആയിട്ടും, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് പാറുവിന് തമാശയായിട്ടും, ഞാനും പാറും സീരിയസ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് തമാശയായിട്ടും, തമാശയായിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം സീരിയസ് ആയിട്ടും. അതൊക്കെയല്ലേ ഇവിടുത്തെ പ്രശ്നം. ആവു, സന്തോഷമായി, ഒന്ന് ചിരിച്ചല്ലോ. ഞാൻ ചിരിച്ചതല്ല. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ചിരിച്ചതായിട്ടാ ഇപ്പൊ ഫീൽ ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺവേ ആവുന്നത്. അല്ല, സാജൻ ഞങ്ങളെ മൊത്തത്തിൽ പറഞ്ഞാണോ അല്ല പാറുമോളെ മാത്രം ഉദ്ദേശിച്ചാണോ? സാറൊക്കെ എന്താ തോന്നിയത് അതുപോലെ തന്നെ. ഇനി അതും പറഞ്ഞു മീനിങ് വല്ലതും മാറിപ്പോയാൽ അത് മതി, ഞാൻ പഴയതുപോലെ ഔട്ടാവാൻ. അതുകൊണ്ട് ഞാനൊന്നിനില്ല. എടി പാവുണ്ടടി, സാജന് മേലുള്ള പിണക്കൊക്കെ മാറ്റടി. എന്റെ പാറുമോളല്ലേ. എനിക്കൊന്ന് ആലോചിക്കണം. പാറു ആലോചിച്ചോ, എത്ര വേണമെങ്കിലും ആലോചിച്ചോ. ശരിക്കും ആലോചിച്ചിട്ട് എന്നോട് പിണക്കം മാറ്റിയാൽ മതി. ഓ എന്റെ ഗീതു ആന്റി, എന്തിനാ പുണ്യസ്ത്രീയെ വിളിക്കുന്നത്? അവര് ചെയ്യേണ്ടത് ചെയ്തു, ഇനി നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി തീരുമാനിച്ചതല്ലേ. അപ്പൊ പിണക്കൊക്കെ മാറിയോ? ഇതെപ്പോ? അതല്ല, നമ്മളുടെ ബ്രേക്കപ്പ് ആയതല്ലേന്ന്. അതന്നെയല്ലേ നമ്മൾ സംസാരിച്ചോണ്ട് വരുന്നത്. നമുക്കൊന്ന് പാച്ചപ്പ് ആവണ്ടേ? ഗജി ഗള്ളി. ദാ, അയ്യോ, ടേയ്. നോ, ഭാഗ്യം. നോ, നോ, നോ. കൊണ്ടില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്ക് സാറുമാരെ, ഈ കൊച്ചിയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച്. ഇയാളുടെ കൂടെ നിന്ന് എനിക്ക് ചീത്തപ്പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓ, ഇവന്റെ കൂടെ നിന്നാ പറയും എന്റെ പിള്ളേർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് സിനിമാക്കാര് തള്ളിക്കളയും. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കഥാപാത്രങ്ങളെ അല്ലാതെ നിനക്ക് എന്ത് പഠിപ്പിക്കാൻ അറിയാം? റോക്കി സാറെ മതിയാക്കി നിർത്ത്. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എനിക്കറിയണം. അതിപ്പോ ഇത്രയ്ക്ക് പറയാനൊന്നുമില്ല. പണ്ട് ഏതോ ഒരു ഊപ്പ ചാനലിൽ നിന്ന് ഇവനൊരു ഇന്റർവ്യൂ കിട്ടിയപ്പോ ഇവൻ എനിക്കെതിരെ വിവാദം ഉന്നയിച്ചു. അത് ഒന്നല്ല, പലവട്ടം. അപ്പൊ താൻ ചാനലിൽ എന്നെ മറ്റേ പേര് കൂട്ടി സംബോധന ചെയ്തതിന് ഒരു കുഴപ്പമില്ല അല്ലേ? അതേത് പേര്? അതങ്ങനെ പറയാൻ പറ്റുന്ന പേരൊന്നുമല്ല. കഷ്ടം. ആനന്ദിനറിയോ, അതിനുശേഷം മോഡൽ കോർഡിനേറ്റർ അബ്ദുൽ ജബ്ബാർ എന്ന ഞാൻ കൊച്ചിയിൽ അറിയപ്പെടുന്നത് ഇവൻ ആക്ഷേപിച്ച ആ പേരിലാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദം തകരാറിലാക്കിയത്. ഓർമ്മയുണ്ടോടാ കൊളുത്തു? പോട്ടെ റോക്കപ്പ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. ദാ ഇവന് വേണ്ടി നമുക്കൊന്നിക്കണം. എന്താണ് റോക്കപ്പ? അതേ കൊളുത്തു, നമുക്ക് വീണ്ടും ഒന്നിക്കണം. ഹോ, സന്തോഷായി സാറുമാരെ. സന്തോഷം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. ഓ, നിങ്ങളിപ്പോ ശരിക്കും മാനം മുട്ട എന്റെ മുമ്പിൽ വളർന്നിരിക്കുക. അതിലൊക്കെ മീതെ ഒരുപാട് വളരേണ്ടവരായിരുന്നില്ലേ റോക്കപ്പ നമ്മള്? അതേടാ കൊളുത്തു. അയ്യോ, കുറഞ്ഞു പോയോ? എടാ റോക്കപ്പ, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും കരിയറിൽ ആകെ പ്രതീക്ഷയുള്ളൊരു ചുണക്കുട്ടനെ ഇവനെ അങ്ങ് കയറ്റി വിട്ടേക്കണടാ റോക്കപ്പ. പിന്നല്ലാതെ ഇവനെ ഞാൻ കാർത്തിക് ബഷീറിനേക്കാളും മുകളിലെത്തിക്കും. ഈ കാർത്തിക് ബഷീർ ആരാന്ന് ഇപ്പൊ ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കൊളുത്തൂരാൻ സാറിനോട് ചോദിക്കാം. റോക്കപ്പ, അന്ന് ഇവിടെ ആരോ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാ, സത്യത്തിൽ ആരാണ് ഈ കാർത്തിക് ബഷീർ? ഇന്ന് എന്തായാലും അതൊന്നും അറിയണം, വേണ്ടേ? പാറു, ഞാനൊന്ന് റേസ് ആയതുപോലെ നീ ഒന്ന് റേസ് ആയതാണ്. പക്ഷേ ഈ പ്രശ്നത്തിൽ നമ്മൾ രണ്ടുപേരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ ഞാനത് മറക്കേണ്ട സമയപ്പോഴത്തേക്ക് ഞാൻ മറന്നു. ഇപ്പോഴും നീ സാജൻ അത് പറയാം, പിന്നെ മറക്കാം, പിന്നെ ഓർക്കാം. അപ്പോ എനിക്ക് എന്റേതായ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ലേ? അയ്യോ പാറു, നിനക്ക് തീരുമാനം ഉണ്ട്, തീർച്ചയായിട്ടും അത് വേണം. പക്ഷെ ഇത് ലൈഫാടാ, ഇതിൽ കുറച്ച് കോംപ്രമൈസും സാക്രിഫൈസും ഒക്കെ കൂടിയേ തീരൂ. ഇല്ല, എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് നിനക്ക് പറ്റില്ല? നീ എന്താ ലൈഫ് മനസ്സിലാക്കാത്തത്? കണ്ടോ, ഇപ്പോഴും സാജൻ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് ലൈഫിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ.
ഞാൻ സാക്രിഫൈസ് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണം, ഞാൻ അത് ചെയ്യണം. സാജൻ മാത്രം പെർഫെക്റ്റ് അല്ലേ? അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീയാണ് പെർഫെക്റ്റ്, ഞാൻ ഒന്നുമല്ല. എന്താ പോരെ? ഇപ്പൊ സാജൻ എന്നെ കളിയാക്കിയതല്ലേ? ശ്ശോ, എന്റെ ദൈവമേ, ഞാൻ എങ്ങനെയാ ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്നെ പറഞ്ഞ് മനസ്സിലാക്കൊന്നും വേണ്ട, എനിക്കറിയാവുന്നൊക്കെ തന്നെ ധാരാളം. എന്റെ പൊന്നു മോളെ, സമ്മതിച്ചു നിന്നെ. ഞാൻ തോറ്റു. ഇനി പറ, ഞാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. എന്തായി No way. ദേ കോഫി ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും തല്ലി പിടിച്ച് ഈ കപ്പ പൊട്ടിക്കരുത്. വേറൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല പാറു. ഒരവസരം, ഒരേ ഒരു അവസരമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരവസരവും ഇല്ല. ഈ ചാപ്റ്റർ എപ്പോഴോ ക്ലോസ് ആയതാ. പാറുക്കുട്ട, ഒന്നുണ്ട്, എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പോലെ കുറേ ഗേൾഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിലാരെയും ഞാൻ എൻ്റെ മനസ്സിൽ കയറ്റി വെച്ചിട്ടില്ല. സാജൻ, ഞാൻ നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും ബെഗ് ചെയ്തത്. ഈ സ്നേഹം എന്ന വികാരം സ്നേഹിക്കാൻ മാത്രമുള്ളതാണെന്നും തിരിച്ച് പ്രതീക്ഷിക്കാനുള്ളതല്ലെന്നും മനസ്സിലാക്കി തന്ന നീ എന്നും ദാ ഇവിടെ കാണും. ദാ ഇവിടെ. ഞാൻ ഒരിക്കലും മറക്കില്ല. സോറി. സാജൻ പോവാണോ? അപ്പോ അവസരമൊന്നും വേണ്ടേ? പാറുവിനെ കളിയാക്കാണോ? അല്ല, ഐ ആം സോറി സാജൻ, ഐ ആം വെരി സോറി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എടാ നീ സന്തോഷിക്കണ്ട. ഞങ്ങളുടെ ആനത് ജീവിച്ചിരിക്കുമ്പം നിനക്ക് പാറുനെ കിട്ടില്ലടാ. ഈ സാറയാ പറയുന്നത്. പാറു, ഉം? ഇന്ന് സാജൻ വന്നിരുന്നു നിന്നെ കാണാൻ? വന്നിരുന്നു. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല എന്നിട്ടാണോ? നീ കാര്യം പറയടാ. അതല്ല സാറാ, ഒരാളുടെ എക്സ് ബോയ് ഫ്രണ്ട് കുറെ പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കാന്ന് പറഞ്ഞാ പാറുവിന് വിഷമാവൂലേ? ആരുടെ കൂടെ പോയിന്ന്? സാജന്റെ കാര്യ പറഞ്ഞ. നീ തെളിച്ചു പറയടാ. തെളിച്ചു പറയാനെന്താ, അവൻ പിന്നെ ഇവളുടെ പിന്നാലെ നടക്കുന്ന കണ്ടോണ്ടല്ലേ പറഞ്ഞേ. എനിക്കറിയാം, എന്റെ നന്മ കരുതിയല്ലേ നീ പറഞ്ഞത്. ഹോ, ഭാഗ്യം, നിനക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആനന്ദേ, നമ്മുടെ പാറിന് അങ്ങനെ അബദ്ധം പറ്റില്ലാന്ന്. ഇഷ്ടാന്ന് ഞാൻ സാജനടുത്ത് പറഞ്ഞില്ലെങ്കിലും അവൻ ചോദിച്ചപ്പോ ഞാനൊരു അവസരം കൊടുത്തേ ഉള്ളൂ. ഇന്നലെ വരെ സാജൻ ചെയ്തൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ എനിക്കത് പ്രശ്നമാണ്. നീ ആരോട് ചോദിച്ചിട്ട് അവസരം കൊടുത്തേ? ആരോട് ഞാൻ ചോദിക്കേണ്ടത്? ഇവനോട്. വൈ? കാരണം ഇവന് നിന്നെ ഇഷ്ടമാടി. ഇവന് വട്ടാടി. വേണ്ട സാറാ, വിട്ടേക്ക്. അവള് സാജന് മാത്രല്ലേ അവസരം കൊടുക്കുള്ളൂ. എന്താടി ഈ ചെക്കന് ചാൻസ് കൊടുത്താല്? ഇവൻ എന്താ കുഴപ്പം? ഓ എന്റെ ദൈവമേ, ഇതൊരു പ്രശ്നമാക്കണ്ട. നിങ്ങൾക്കൊരു അവസരല്ലേ വേണ്ടു? ഓക്കെ, എടുത്തോ. നിങ്ങൾക്കല്ല, ഇവന്. ശരി. സാരക്കുട്ടാ, താങ്ക്സ്. അപ്പൊ എനിക്കില്ലേ താങ്ക്സ്? അയ്യടാ, അവന്റെ നാണം കണ്ടില്ലേ? സാജാ, കള്ളപ്പഹയാ, നിന്റെ ശവപ്പെട്ടിക്ക് എന്റെ വക ഒരു ആണി ഉണ്ടടാ.